ഇടുക്കി പച്ചടിയിലെ മണ്ണിൽ നിന്ന് ഓരോ ദിവസവും പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരതയുടെ അധ്യായങ്ങളാണ്. സ്വന്തം ചോരയിൽ പിറന്നവരെയെല്ലാം കൊന്നുകുഴിച്ചു മൂടിയിട്ടും യാതൊരു ഭാവമാറ്റവുമില്ലാതെ വിലസിയ സജി എന്ന കൊലയാളിയുടെ ഉള്ളിലിരിപ്പ് കണ്ട് പോലീസും നാട്ടുകാരും ഒരുപോലെ പകയ്ക്കുകയാണ്. 8 വർഷം മുൻപ് പറമ്പിൽ വെച്ച് അമ്മയെയും സഹോദരനെയും വകവരുത്തിയ സജിയുടെ ക്രൂരതയ്ക്ക് പിന്നിൽ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018-ൽ കാണാതായ പിതാവ് മാത്യുവിന്റെ അസ്ഥികൂടം ഇന്ന് സജിയുടെ പറമ്പിലെ പട്ടിക്കൂടിന് സമീപത്തു നിന്ന് കണ്ടെടുത്തു. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സജിയുടെ മനസ്സിലുണ്ടായിരുന്ന വിചിത്രമായ സംശയങ്ങളാണെന്ന് പോലീസ് കരുതുന്നു. സ്വന്തം പിതൃത്വവുമായി ബന്ധപ്പെട്ട് സജിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നുവെന്നും ഇത് മാത്യുവുമായി നിരന്തരം തർക്കങ്ങൾക്ക് കാരണമായിരുന്നുവെന്നുമാണ് സൂചന. ഇതേ ചൊല്ലിയുണ്ടായ വൈരാഗ്യമാണ് 8 വർഷം മുൻപ് പിതാവിന്റെ ജീവനെടുക്കാൻ സജിയെ പ്രേരിപ്പിച്ചത്. ആ കൊലപാതകം ആരും അറിയാതെ പോയതോടെയാണ് താൻ എന്ത് ക്രൂരത ചെയ്താലും രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസം സജിയിൽ ഉടലെടുത്തത്. അച്ഛന്റെ തിരോധാനം ചോദിച്ചതിന് അമ്മയും സഹോദരനും ഇരയായി. മാത്യുവിനെ കാണാതായതിനു പിന്നിൽ സജിയാണെന്ന സംശയം കാലക്രമേണ സഹോദരൻ റജിക്കും അമ്മ മേരിക്കുട്ടിക്കും ഉണ്ടായിരുന്നു. റജി ഇതിനെക്കുറിച്ച് പലപ്പോഴും സജിയോട് ചോദിക്കുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 4-ന് ഇതേ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം റജിയുടെ കൊലപാതകത്തിൽ കലാശിച്ചു. വിവരമറിഞ്ഞ അമ്മ മേരിക്കുട്ടിയെയും തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി സജി ക്രൂരമായി വകവരുത്തി. അച്ഛനെ കൊന്നു കുഴിച്ചുമൂടിയിട്ട് ആരും അറിഞ്ഞില്ലെങ്കിൽ അമ്മയെയും സഹോദരനെയും കൊന്നാലും ആരും അറിയാൻ പോകുന്നില്ലെന്ന സജിയുടെ അമിത വിശ്വാസമാണ് ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയത്. 8 വർഷം മുൻപ് അച്ഛനെ കുഴിച്ചുമൂടിയതിനു മുകളിൽ ഒരു പട്ടിക്കൂട് നിർമ്മിച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സജി അത് മറച്ചുവെച്ചു. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ വികൃതമാക്കി കുഴിച്ചിട്ടതും വലിയ ആസൂത്രണത്തോടെയായിരുന്നു. വീടിന് ചുറ്റുമുള്ള മണ്ണിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ ശവക്കല്ലറകൾ ഒരുക്കിയിട്ടും യാതൊരു കുലുക്കവുമില്ലാതെയാണ് സജി നാട്ടിൽ നടന്നിരുന്നത്. അച്ഛൻ എവിടെ പോയി എന്ന് ചോദിച്ചവരോടൊക്കെ അദ്ദേഹം ബസ് കയറി എങ്ങോട്ടോ പോയതാണെന്ന് പച്ചക്കള്ളം തട്ടിവിടാനും ഇയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിലെ 3 പേരെയും ഒരേ പറമ്പിൽ വെവ്വേറെ കാലയളവിൽ കൊന്നുകുഴിച്ചു മൂടിയ ഈ സംഭവം കേരള ചരിത്രത്തിലെ തന്നെ അപൂർവമായ ക്രൂരതയാണ്. തന്റെ പിതൃത്വത്തെ വരെ സംശയിച്ച് സ്വന്തം പിതാവിനെ കൊന്ന സജിയുടെ മാനസിക നിലയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. DNA പരിശോധനയിലൂടെ അസ്ഥികൾ മാത്യുവിന്റേതാണെന്ന് ഉറപ്പിക്കുന്നതോടെ സജിയുടെ ക്രൂരതകൾക്ക് നിയമം അർഹിക്കുന്ന ശിക്ഷ നൽകും.